കഴിഞ്ഞ വീഡിയോസുകളിൽ ഫ്യൂച്ചർ ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഈ ടെൻസുകളാണ് ഫ്യൂച്ചറിൽ പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ ഐ ഷാൾ റൈറ്റ്, വി ഷാൾ റൈറ്റ്, ദേ വിൽ റൈറ്റ്, ഹി വിൽ റൈറ്റ്, രാജു വിൽ റൈറ്റ്, മൈ മദർ വിൽ റൈറ്റ്, മൈ ഫാദർ വിൽ റൈറ്റ്. അവർ എഴുതും, ഞാൻ എഴുതും, ഞങ്ങൾ എഴുതും, എൻ്റെ സുഹൃത്തുക്കൾ എഴുതും. ദേ വിൽ ഫ്ലൈ, അവർ പറക്കും. ബേർഡ് വിൽ ഫ്ലൈ, പക്ഷി പറക്കും. ബേർഡ്സ് വിൽ ഫ്ലൈ, പക്ഷികൾ പറക്കും. ഐ വിൽ ഡ്രിങ്ക്, ഞാൻ കുടിക്കും. ദേ വിൽ ഡ്രിങ്ക്, ഷീ വിൽ ഡ്രിങ്ക്. ദേ വിൽ റൈറ്റ്, ഷീ വിൽ റൈറ്റ്. എഴുതും, പോകും, സംസാരിക്കും, വരും. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഐ ഷാൾ ബി റൈറ്റിംഗ്, we shall be writing, they will be writing, he will be writing, she will be writing, Raju will be writing, my mother will be writing. ഞാൻ എഴുതിക്കൊണ്ടിരിക്കും, ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കും, അവർ എഴുതിക്കൊണ്ടിരിക്കും, എൻ്റെ സുഹൃത്തുക്കൾ എഴുതിക്കൊണ്ടിരിക്കും. ബേർഡ്സ് വിൽ ബി ഫ്ലൈ, പക്ഷികൾ പറന്നുകൊണ്ടിരിക്കും. ഐ വിൽ ബി ഡ്രിങ്കിങ്, ഞാൻ കുടിച്ചുകൊണ്ടിരിക്കും. ഐ വിൽ ബി പ്ലേയിങ്, ഐ ഷാൾ ബി പ്ലേയിങ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കും, സംസാരിച്ചു കൊണ്ടിരിക്കും, എഴുതിക്കൊണ്ടിരിക്കും, മഴ പെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് വിൽ ബി റെയിനിങ്. അവർ സംസാരിച്ചു കൊണ്ടിരിക്കും. ദേ വിൽ ബി ടോക്കിംഗ്. അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ദേ വിൽ ബി ട്രൈ. അവർ അനുസരിച്ചു കൊണ്ടിരിക്കും. ദേ വിൽ ബി ഒബേയിങ്. അവർ ആജ്ഞാപിച്ചുകൊണ്ടിരിക്കും. ദേ വിൽ ബി കമൻഡിങ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഐ വിൽ ബി ടീച്ചിങ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. ഐ വിൽ ബി സ്റ്റഡി. ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കും. ട്രെയിൻ വിൽ ബി റണ്ണിങ്. ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഐ ഷാൾ ഹാവ് സ്റ്റഡീഡ്, വി ഷാൾ ഹാവ് പ്ലേഡ്, you will have written, you will have written, she will have written, they will have written, my brother will have written, my students will have written. I shall have written, ഞാൻ എഴുതിയിട്ടുണ്ടാവും. I shall have studied, ഞാൻ പഠിച്ചിട്ടുണ്ടാവും. I shall have achieved, ഞാൻ നേടിയിട്ടുണ്ടാവും. I shall have played, ഞാൻ കളിച്ചിട്ടുണ്ടാവും. I shall have won, ഞാൻ നേടിയിട്ടുണ്ടാകും. We shall have reached there, ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടാകും. They will have come back, അവർ തിരിച്ചു വന്നിട്ടുണ്ടാകും. ഫ്യൂച്ചറിലെ ഒരു പീരീഡ് ഓഫ് ടൈമിന് മുന്നിൽ അതിന് മുന്നേ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്തെന്ന് കാണിക്കാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസുകൾ ഉപയോഗിക്കുന്നത്. 2027 ആകുമ്പോഴേക്കും ഞാനൊരു ഗവൺമെൻറ് ജോലി നേടിയിട്ടുണ്ടാകും. ഐ വിൽ അല്ലെങ്കിൽ ഐ ഷാൽ ഹാവ് അച്ചീവ്ഡ് എ ഗവൺമെൻറ് ജോബ് ബൈ 2027. 2026 ആകുമ്പോഴേക്കും അവൾ MBBS നേടിയിട്ടുണ്ടാകും. ഷീ വിൽ have achieved MBBS by 2025. 2028 ആകുമ്പോഴേക്കും അവർ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ടാകും. They will have come back by 2028. നാളെ രാവിലെ ആകുമ്പോഴേക്കും മഴ തോർന്നിട്ടുണ്ടാവും. It will have stopped the raining tomorrow in the morning. ഇന്ന് വൈകുന്നേരം 8 മണി ആകുമ്പോഴേക്കും ഈ ട്രെയിൻ ചെന്നൈയിൽ എത്തിയിട്ടുണ്ടാവും. This train will have reached at Chennai by 8 o'clock in the evening today. അടുത്ത മാസം അവസാനമാകുമ്പോഴേക്കും എൻ്റെ പരീക്ഷകൾ കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ പൂർത്തീകരിച്ചിട്ടുണ്ടാവും.
my examinations will have been completed by the end of the next month. അവിടെ വിൽ ഹാവ് ബീൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞത് പാസീവാണ്. പാസീവ് വോയിസ് എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ ഇവിടെ ക്രിയ ചെയ്യാൻ പറ്റാതാണ് സബ്ജക്റ്റ്. എന്താണ്? എൻ്റെ പരീക്ഷകൾ, അതേപോലെ ഈ പാലത്തിൻ്റെ പണി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഈ കെട്ടിടത്തിൻ്റെ വർക്കുകൾ, അതേപോലെ ഇന്ത്യക്ക് പാകിസ്ഥാന് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ, തമിഴ്നാടിനും കേരളത്തിന് വേണ്ടിയുള്ള മുല്ലപ്പെരിയാർ പ്രശ്നങ്ങൾ, മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ഡാമിൻ്റെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇഷ്യൂസുകൾ, ഇതൊക്കെ പാസീവ് സബ്ജക്റ്റുകളാണ്. ഇത്തരം പാസീവ് സബ്ജക്റ്റുകളിൽ പാസീവ് വെർബ് ഉപയോഗം. അപ്പോൾ പാസീവ് വോയിസിൽ വരുന്നതാണ് ദ ഇഷ്യൂസ് ബിറ്റ്വീൻ കേരള ആൻഡ് തമിഴ്നാട് അബൌട്ട് മുല്ലപ്പെരിയാർ ഡാം. അതായത് 2030 പരിഹരിക്കപ്പെടും നമ്മൾ പറയാണ്. പരിഹരിക്കും എന്ന് പറയുമ്പോൾ പരിഹരിക്കപ്പെടും എന്നുള്ള പരിഹരിക്കുന്നത് നമ്മളെ മനുഷ്യരാണ്, ഹ്യൂമൻ ബീങ്സ് ആണ്. കേരളത്തിൽ തമിഴ്നാട്ടിലും അതുപോലെ ഇന്ത്യയിലൊക്കെ നയതന്ത്രപ്രതിനിധികളും മറ്റ് ആൾക്കാരൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് പാസീവ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇത് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇത് ഇഷ്യൂസ് ബിറ്റ്വീൻ തമിഴ്നാട് ആൻഡ് കേരള അബൌട്ട് മുല്ലപ്പെരിയാർ ഡാംസ് will have been solved by 2030. 2035 ആകുമ്പോഴേക്കും ഇന്ത്യക്കും പാകിസ്ഥാനിലും ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാവും. 2035 ആകുമ്പോഴേക്കും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാവുന്നവർ. പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാവുന്ന വെച്ചാൽ അവിടെ ഇന്ത്യ പാകിസ്ഥാനിലുള്ള ആൾക്കാരെ പരിഹരിക്കേണ്ടത്. ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? പാസീവ് സബ്ജക്റ്റ്. സ്വാഭാവികമായിട്ട് പാസീവ് വെർബ് വരും പാസീവ് സബ്ജക്റ്റ് വരുമ്പോഴേ. അപ്പോൾ എന്താണ്? The problems between India and Pakistan will have been solved by 2035. നമ്മൾ സ്വാഭാവിക പാസീവ് വോയിസ് നമ്മൾ കാണുന്നത്, നമ്മൾ പണ്ട് കേട്ട പാസീവ് വോയിസ് ഉണ്ടല്ലേ. അതായത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്രിയ ചെയ്യുമ്പോൾ ആണ് ആക്റ്റീവ് വോയിസ് ആകുന്നത്. ക്രിയ ചെയ്യാൻ പറ്റാത്ത സബ്ജക്റ്റ് വരുമ്പോഴാണ് പാസീവ് വോയിസ് ആവുന്നത്. അതിനാണ് നമ്മൾ ഈ രീതിയിൽ പറയുന്നത്. അതിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും ചെറുപ്പത്തിൽ രാമാക്കിൽ രാമൻ രാവണനെ വധിച്ചു. പിന്നെ നിങ്ങൾ രാവണനെ എടുത്ത് സബ്ജക്റ്റ് സ്ഥാനത്തിന് രാവണൻ ക്രിയ ചെയ്യുന്നൊന്നുമില്ല. അപ്പൊ രാവണൻ എന്താണ്? ഇവിടെ ക്രിയക്ക് വിധേയമാവുകയാണ്. അപ്പൊ എന്താണ്? രാമൻ കൊന്നു രാവണൻ എന്ന് പറയാം, അല്ലെ രാമൻ വധിച്ചു രാവണൻ എന്ന് പറയാം. അല്ലെ രാവണൻ ഒരിക്കലും രാവണനെ വധിക്കുന്നില്ല. അതുകൊണ്ട് രാവണനെ സബ്ജക്റ്റായി വരുമ്പോൾ എന്താവും? രാവണൻ വധിക്കപ്പെടുകയാണ്. ആ വധത്തിന് വിധേയമാവുന്നത് രാവണനാണ്. രാവണ വാസ് കിൽഡ് ബൈ രാവണ. ഐ റോട്ട് എ സ്റ്റോറി വാസ് റിട്ടൺ ബൈ മീ. ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഈ പാസ്റ്റിലെ നമ്മൾ ഇത് കേട്ടില്ല പാസീവ് വോയിസ്. വേറെ പാസീവ് വോയിസ് നമ്മൾ കേട്ടില്ല. എല്ലാ ടെൻസിലും പാസീവ് വോയിസ് ഉണ്ട്.